നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ കെ ഗോവിന്ദൻകുട്ടി സാർ അന്തരിച്ചു. 80 വയസ്സ് കഴിഞ്ഞത്. 80 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം. അത് എവിടെയാണ്? ഒരുപാട് സമരങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്, ഇന്ത്യ ടുഡേയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു അല്ലേ? കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം രാജൻ പിള്ളയുടെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്, കെ കരുണാന്റെ ജീവിതത്തിൽ രാജൻ പിള്ളയുടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കെ കരുണാന്റെ ജീവിതത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കും കുറച്ച് ആക്റ്റീവ് ഉള്ളു. ഇംഗ്ലീഷൊക്കെ എഴുതി, ഇംഗ്ലീഷ് ആണ്. പക്ഷേ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന സംശയം അത്രയും പ്രഗത്ഭനായ ദേശീയത്തിൽ അത്ര അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ മൊറാർജി ദേശായി മരിച്ചല്ല, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 77 അദ്ദേഹം ഗോഹട്ടിലേക്ക് പോകുകയായിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു. അപ്പം അന്ന് വിമാനത്തിൽ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഇദ്ദേഹം ആകാശവാണിയിലെ ലേഖകനായിരുന്നു ഗോവിന്ദൻകുട്ടി സാർ. ഇതൊരു വലിയ ഗ്രാമപ്രദേശത്ത് ഏതോ സ്ഥലത്ത് ഇടിച്ചിറങ്ങി അങ്ങനെ അതിലെ പൈലറ്റ് മരിച്ചു. പൈലറ്റ് തിരുവനന്തപുരത്തുകാരനാണ്. അതിൻ്റെ സിറിയക്ക് എന്ന മറ്റാണ് പേര്. ഇവിടെ ഉള്ള ആളാണ്. വേറെ ആർക്കൊന്നും മൊറാജിക്കൊന്നും പറ്റില്ല. എല്ലാവരും മറ്റുള്ള പലർക്കും പരുക്ക് പറ്റി. മൊറാജി ദേശായിയുടെ മകൻ കാന്തിലാൽ ദേശായിക്കും പരുക്ക് പറ്റിയിരുന്നു. ഗോവിന്ദൻകുട്ടി സാറിന് വലിയ തോതിൽ പരുക്കൊന്നും ഏറ്റിട്ടില്ല. എന്നിട്ട് ഒരു വിജനമായ സ്ഥലമാണ്. അപ്പോൾ ഈ ശബ്ദവും മോളൊക്കെ കേട്ട് ഗ്രാമവാസികളെല്ലാം ഓടിയെന്ന് രാത്രി. അപ്പോൾ അവർക്ക് മനസ്സിലായത് പ്രധാനമന്ത്രി വന്ന വിമാനമാണല്ലോ. പിന്നീട് ഈ ഗ്രാമവാസികളുടെ സഹായത്തോടു കൂടി ലോകത്തെ അറിയിക്കണ്ടേ, ഇദ്ദേഹം 5-6 കിലോമീറ്റർ രാത്രി നടന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ കിട്ടുന്ന സ്ഥലത്ത് നിന്നാണ് വിളിച്ചറിയിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ വിമാനമാണ് ലോകത്തെ അറിയിച്ച ആൾ അദ്ദേഹം. ആകാശവാണിയോട് പറഞ്ഞു. ആകാശവാണി വാർത്തയെ പറഞ്ഞു. പിന്നെ കൂടെ മറ്റു പത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോഴും പത്രം അടിച്ച് കഴിഞ്ഞിരിക്കുമല്ലോ. എന്നാലും അത് പറഞ്ഞു. അപ്പോൾ ആ ചരിത്രത്തിൽ എന്നും അദ്ദേഹം അത് ഓർക്കപ്പെടും, നമ്മളെ ഒരു മലയാളി എന്നുള്ള നിലയിൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രസിദ്ധരായ മാധ്യമപ്രവർത്തകരുണ്ട്, പക്ഷെ പലർക്കും അറിയില്ല അദ്ദേഹത്തില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്, ഈ പോത്തൻ ജോസഫാണ് ഡോൺ തുടങ്ങി ആദ്യ എഡിറ്ററായത്. അതായത് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ പോയപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് പത്രം തുടങ്ങും, ഡോൺ. അപ്പോൾ അതിൻ്റെ പത്രാധിപരായിട്ട് മുഹമ്മദ് അലി ജിന്ന കൊണ്ടുപോയത് പോത്തൻ ജോസഫിനെയാണ്. ഇതിന് ഓരോ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു കോളമുണ്ട്. അദ്ദേഹം പോയ പത്രങ്ങളിലെല്ലാം അതിൻ്റെ ഒരു കോളമാണെന്ന് പറയും, ഓരോ കപ്പ് ഓഫ് ടീ. ഗോവിന്ദൻകുട്ടി സാർ വളരെ സൗമ്യനായ, വളരെ അദ്ദേഹം ഇങ്ങനെ ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും ഈ ലൈം ലൈറ്റിൽ വന്ന് പെർഫോമൻസ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും നമുക്ക് അദ്ദേഹത്തിന് നിര്യാണം തീർച്ചയായും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തുടങ്ങി. നമ്മൾ രാഷ്ട്രീയമാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. കൃഷിക്കാര്യങ്ങളെ അതുവരെ ആളെ വലിയ താല്പര്യം അല്ല, അത് പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യമാണ് കൃഷിയെക്കുറിച്ചുള്ള ചോദ്യം. അതായത് ഞാനൊരു കൃഷിക്കാരനാണ്. ഈ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം എന്ന് പറയുന്നത് അവന് ഏറ്റവും നിർണായകമാണ്. അപ്പോൾ ഈ കുംഭത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, 2 മാസം മുമ്പ് തന്നെ, അതായത് നമ്മുടെ വിളകളെല്ലാം എടുത്തു കഴിയുമ്പോൾ നമ്മൾ ചേനയെല്ലാം ആദ്യം തന്നെ പറിച്ചിട്ട് ഇതിൻ്റെ വിത്ത് കുത്തിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ചേരിൽ, പണ്ടെന്ന് പറഞ്ഞാൽ ചേരയിൽ വെക്കുന്നത്, അതായത് നമ്മുടെ അടുക്കളയിലെ അവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയടിച്ചാണ് വെക്കുന്നത്. അല്ല, അതൊക്കെ നെക്സ്റ്റ് സ്റ്റേജില്ല. അപ്പോൾ അങ്ങനെ ചേരൊന്നും വെക്കാം. നമ്മളിപ്പോൾ തൽക്കാലം വലിയ വെയിൽ കൊണ്ടുപോകാതെ നമ്മൾ അതിൻ്റെ ഈ വെള്ളം ഒന്ന് വലിയ വെച്ചിട്ട് പിന്നെ നമ്മൾ ചാണകമൊക്കെ വെച്ചത് ഇടും. അപ്പോൾ അത് മുളയെടുക്കും. പക്ഷേ ഇത്തവണ കാലാവസ്ഥയൊക്കെ പ്രകൃതിയായിട്ട് വളരെ ബന്ധപ്പെട്ടത്. മുളയൊക്കെ വളരെ പതിയെ ചേനയുടെ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മുറിച്ച് നടാനുള്ള പരിവായിട്ടില്ല. എങ്കിലും ഈ മാസം അവസാനം നമുക്ക്, അതായത് കുംഭം അവസാനം, ഇപ്പോൾ കുംഭം ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. അതെ, കുംഭം തീരുന്നതിന് മുമ്പ് നമ്മളൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ശനിയാഴ്ച മഴ ഉണ്ടാവും. അതിന് മുമ്പ് ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കപ്പയെല്ലാം പറിച്ച് മാറിയല്ലോ, കപ്പപാട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാല ഒരുക്കം എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ചേന നിന്നിരുന്ന, കപ്പ നിന്നിരുന്ന, കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കപ്പ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ചേന പറിക്കുമായിരുന്നു, കാച്ചിൽ പറിക്കുമായിരുന്നു. അപ്പോൾ ഈ ചേന നിന്നിരുന്ന ഈ, അല്ലെങ്കിൽ കപ്പ നിന്നിരുന്ന ഈ സ്ഥലമെല്ലാം മമ്മട്ടി കൊണ്ട് ചെത്തി ആ സാധനം എല്ലാം ഒരിടത്തേക്ക് മാറ്റി കല്ലെല്ലാം ഒതുക്കി നമ്മൾ പണിയാണ് നടക്കുന്നത്. അങ്ങനെ ഇത് ഈ കൃഷി തുടങ്ങാനുള്ള കളമൊരുക്കാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു പ്രതീക്ഷിക്കുന്ന 2 ആഴ്ചയ്ക്ക് ഒരു മഴയാണ്. 2 ആഴ്ചയ്ക്ക് മാകിട്ട് നമ്മൾ ചേന അങ്ങ് നടും. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ചേന നടുക, കുംഭത്തിൽ തന്നെ നടുക എന്നുള്ളതാണ്. പറ്റിയാൽ നമുക്ക് കപ്പയും കുംഭത്തിൽ തന്നെ നടുന്നതാണ് നല്ലത്. ഒന്നിലധികം മഴയുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ മീനത്തിൽ ഒന്നും ചെയ്യത്തില്ല. മീനത്തിൽ നട്ടാൽ മീൻ കണ്ണോളം എന്നാണ്. എന്തോ മീനത്തിൽ. പിന്നെ നമ്മൾ മേടം 10-ന് മുമ്പാണ് 10-ാമതയും വരുന്നുണ്ട് അതിന്. അപ്പം നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒരു വളരെ തിരക്ക് പിടിച്ച ചില പരിപാടികളും യാത്രകളൊക്കെ ഉള്ളത് കാരണം അസാധാരണമായ സമയം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനു വേണ്ടി. ഇതിൻ്റെ ഇടയിലുള്ള ഓട്ടവും ബഹളവും ഇതിൻ്റെ ഇടയിൽ നടക്കുകയാണ്. നമുക്കെന്തായാലും നേരെ രാഷ്ട്രീയത്തിലേക്ക് പോകാം. മറ്റ് വിഷയങ്ങളൊക്കെ വിടാം. ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ ഇന്ന് പോലും നടന്നിട്ടുണ്ട്. പല രാഷ്ട്രീയ സംഭവങ്ങൾ. ഇന്ന് വളരെ രസകരമായ ഒരു കാര്യം, കെ ബാബു, അദ്ദേഹം നിലവിൽ MLA ആണല്ലോ, അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു.
അഭിനന്ദിക്കേണ്ടതാണ് അത്. കാരണം 91 അദ്ദേഹം MLA ആയതാണ്. ഒരു തവണ പരാജയപ്പെട്ടുള്ളൂ, അത് 2016. അത് അത്രമാത്രം അദ്ദേഹത്തിനെതിരെയുള്ള ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അതിലാ ഉയർത്തി. പക്ഷെ ഒരു തവണ അയാൾ മന്ത്രിയായിട്ടുള്ളൂ. 5 തവണ MLA ആയിട്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒറ്റ തവണയൊക്കെ മന്ത്രിയായിട്ടുള്ളൂ. മാത്രമല്ല ഞാൻ എറണാകുളം ജോലി ചെയ്യുന്ന സമയത്ത് അറിയാം, കെ ബാബു ഇല്ലാത്ത ചടങ്ങില്ല. എന്തിനും വരും, ഒരു ജാടില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം തൃപ്പൂണിത്തുറക്കാരൻ തന്നെയാണ് എന്നാണ്. പക്ഷെ വളരെ വൈകിയാണെങ്കിൽ മനസ്സിലായി അദ്ദേഹം അങ്കമാലിക്കാരനാണ്. അദ്ദേഹം മികച്ചൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും തൃപ്പൂണിത്തുറക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറി അദ്ദേഹം. തീർച്ചയായും അങ്ങനെ അദ്ദേഹം അവിടെ 6 തവണ അല്ലേ 6 തവണ 2001 മുതൽ ജയിക്കും. 91, 96, 2001, 2006, 2011, 5 തവണ ആദ്യം ജയിച്ചു. വയനാട് തോറ്റു, 21 വീണ്ടും ജയിച്ചു. 6 തവണ MLA ആയിരുന്നു. ഒരു തവണ അദ്ദേഹം മന്ത്രിയായുള്ളൂ. 30 വർഷം MLA ആയിരുന്നു. 30 കൊല്ലം MLA ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം സ്വമേധയാ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച അദ്ദേഹത്തിന്റെ ഒരു ഇന്നത്തെ കാലത്ത് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ എടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനം നടന്ന പരാതി പറയാം, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാനാണ് സാറിന് വിളിക്കാറുള്ളത്. അതുകൊണ്ട് അഭിനന്ദനാർഹമായ കാര്യമാണ്. അതുകൊണ്ട് VM സുധീരനും ഇതേ പാത പിന്തുടർന്നു. 2004 പരാജയപ്പെട്ടു, പിന്നെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇപ്പോഴല്ല ഉറച്ചു. പക്ഷെ അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത്തവണ അദ്ദേഹത്തെ മണലൂർ തന്നെ മത്സരിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇക്കുറി മണലൂർ പിടിച്ചിരിക്കുന്നത് പ്രതാപനാണ്, TN പ്രതാപനാണെന്ന് തോന്നുന്നു. പക്ഷേ സാധ്യതയുണ്ട് പ്രതാപനെ. അല്ല, കോൺഗ്രസ് ചെയ്യേണ്ടത് വിജയസാധ്യതയുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഇറക്കണം. മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ അദ്ദേഹം മത്സരം താല്പര്യമുണ്ടെങ്കിൽ മലബാർ മേഖല അതിന് ഇപ്പോഴും നിർണായക സ്വാധീനമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും അതേസമയം ഹസനെ പോലുള്ള അല്ലെങ്കിൽ ജയിക്കാൻ തീരെ സാധ്യതയില്ലാത്ത കുറേ നേതാക്കളുണ്ട്. ആർക്കും ഇവിടെ വാഹിദ്, ഇവിടെ കുറേ ആളുകളുണ്ട്, ശിവകുമാർ, നമ്മുടെ കുറേ അധികം ആളുകൾ മത്സരിക്കാൻ വേണ്ടി ഇടിച്ചു നിൽപ്പുണ്ട്. ആ വിജയസാധ്യതയുള്ള ജനപിന്തുണയുള്ള മുതിർന്ന നേതാക്കളെ ഇറക്കുന്നത് നല്ലതായിരിക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നല്ല ഓപ്ഷനാണ്. തിരുവഞ്ചൂരാണല്ലോ മത്സരിക്കുന്നത്. തിരുവഞ്ചൂർ കോട്ടയത്ത് മത്സരിക്കും, ജയിക്കാനത് മുല്ലപ്പള്ളി നല്ല സ്ഥാനാർത്ഥിയാണ്. ഇനി ബാബു പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധി ഈഴവ നേതാവായിരുന്നുള്ളതാണ്. കാരണം അടൂർ പ്രകാശ് ഇല്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണോ? അപ്പം ഈ കോൺഗ്രസ് പാർട്ടി വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യണം. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു മൂർഖൻ ആ പരിസരത്തുണ്ടെന്ന് ഓർത്ത് തന്നെ വേണം. കോൺഗ്രസ് പാർട്ടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈഴവ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ അത് വലിയ ഒരു ബ്ലാക്ക്. ഈ തൃപ്പൂണിത്തുറയ്ക്ക് വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഒരു കാലത്ത് CPM-ന്റെ കോട്ടയായിരുന്നതാണ്. TK രാമകൃഷ്ണൻ സ്ഥിരം ജയിക്കുമായിരുന്ന സ്ഥലമാണ് ആണല്ലേ ഈ തൃപ്പൂണിത്തുറ. അവിടെയാണ് ഈ ബാബു. അവിടെ പക്ഷേ ലോറൻസ് തോറ്റു പോയല്ലേ ഒരു തവണ ലോറൻസ് മത്സരിച്ചുള്ളത്. ഒരുപാട് പ്രബലന്മാർ അവിടെ നിന്ന് മത്സരിച്ച് കെ ബാബുവിൻ്റെ അടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ TK രാമകൃഷ്ണൻ വരെ മത്സരിച്ച് ജയിച്ച അത്രയും ശക്തമായ CPM-ന് ആഴത്തിൽ ബന്ധമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അവിടെ ബാബു പോകുമ്പോൾ പ്രത്യേകിച്ച് സ്വരാജ് അവിടെ ബേസ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. സ്വരാജ് അവിടെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. വലിയ സാധ്യതയുണ്ട്. അങ്ങനെ സ്വരാജ് മത്സരിക്കാൻ സാധ്യതയുള്ളപ്പോൾ അവിടെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. മാത്രമല്ല അവിടെ BJP-ക്കും ശക്തമായ സാന്നിധ്യം ഉള്ളതാണ് തൃപ്പൂണിത്തുറ. നല്ല സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ നമുക്ക് ഇത്തവണ അതുപോലെ തന്നെ ഇതുപോലെ വേറൊരു കഥ കേൾക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ചാനലുകൾ ഈ പണ്ടൊക്കെ ഈ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് വലിയ വിശ്വാസ്യതയുണ്ടായിരുന്നു. കാരണം പത്രങ്ങൾ വെറുതെ ഊഹാപോഹം അവധിയാണെന്ന് റേഡിയോ പറഞ്ഞപ്പോൾ നമ്മൾ പത്രത്തോട് നോക്കും ശരിയാണോ എന്നുള്ളത്. പക്ഷെ അത് മാറി ചാനലുകൾ വന്നതോടുകൂടി. കാരണം ചാനലുകൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഓരോ ദിവസവും റിപ്പോർട്ടർ ചാനൽ കിട്ടുന്ന നോക്കിയാൽ ഓരോ ദിവസവും സ്ഥാനാർത്ഥി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അവരുണ്ടാക്കുന്ന വിവാദം 2 വിവാദങ്ങളിലേക്ക് പോകാം നമുക്ക്. ഒന്ന്, ഈ സണ്ണി ജോസഫ് മത്സരിക്കുന്നില്ല, KPCC പ്രസിഡന്റ് മാറുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നുണ്ട്. പേരാവൂർ അദ്ദേഹം മത്സരിക്കും, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കുന്നു. ആ വാർത്തയുടെ ബേസ് എന്താണ്? ഇന്നിപ്പോൾ പറയുന്നു ആ തീരുമാനമില്ല, മത്സരിക്കും. ഞാൻ ചോദിക്കേണ്ടത്, ഈ സണ്ണി ജോസഫ് മാറും, KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറും എന്നുള്ള വാർത്ത ആര് സൃഷ്ടിച്ചതാണ്? അതിന് ബേസ് എന്താണ്? എന്തെങ്കിലും ബേസ് വേണ്ട. അതായത് നമുക്കറിയാം കെ സുധാകരൻ MP ആയിരിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് ആയിരുന്നത്. സണ്ണി ജോസഫ് MLA ആയിരിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് ആയത്. അതേ മത്സരിക്കാൻ പോകുന്നെങ്കിൽ പോലും MP ആയിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ ആരെല്ലാം അതല്ല രാജ്മോഹൻ. അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം, സണ്ണി ജോസഫ് MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ്. പിന്നെ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം മാറുമെന്ന് പറഞ്ഞത് എന്തിനാണ്? കെ സുധാകരൻ MP ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കിയത്. ഇനി സണ്ണി ജോസഫ് മത്സരിക്കാൻ വേണ്ടി KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് പകരമാകുമെന്ന് പറഞ്ഞാൽ ആൻഡോ അയാൾ MP അല്ലേ? അതെ. അപ്പോൾ ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു ആലോചന പോലും ഒരിടത്ത് ഉണ്ടായിക്കാണും. പണ്ട് കോൺഗ്രസിൽ സ്ഥിരം KPCC പ്രസിഡന്റുമാരെ രാജ്യസഭാംഗമാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മണ്ഡലത്തിൽ ഇറങ്ങി സമയം കളയാൻ അത് നല്ല ബുദ്ധിപരമായ കാര്യമാണ്. മാത്രമല്ല ഡൽഹി യാത്രയിലൊക്കെ MP എന്നുള്ള നിലയിൽ KPCC പൈസ ലാഭിക്കും. പല രവി ഏക്കാനും എല്ലാം KPCC പ്രസിഡന്റുമാരായിരുന്നു. തൻ്റെ KPCC പ്രസിഡന്റായിരുന്നപ്പോൾ അവർ രാജ്യസഭാംഗങ്ങളായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വാർത്തകൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെയാണ് പാലായിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കും.
ജോസ് കെ മാണി ഇത് പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ട് ഏത് രാജ്യസഭ വന്നാൽ നിഷ, ലോക്സഭ വന്നാൽ നിഷ, നിയമസഭ വന്നാൽ ഇതൊരു രോഗമാണ് ജോസ് കെ മാണി പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ചാനലുകൾ ഇങ്ങനെ അവരവരുടെ സൃഷ്ടിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുന്നു, നിഷ ജോസ് കെ മാണി മത്സരിക്കും. പാലായിൽ മത്സരിക്കുന്നത് ജോസ് കെ മാണിയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ജോസ് കെ മാണി മത്സരിച്ചേ പറ്റൂ, മത്സരിക്കണം. ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ നിഷ ജോസ് കെ മാണി എന്ന് പറഞ്ഞു വെക്കുന്നത് പോലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ചാനലുകൾ ഒരു കഥയുമില്ലാതെ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്, ഒരു കഥയില്ലാത്ത. ഏതെല്ലാം മണ്ഡലങ്ങളെ കുറിച്ച് ഇപ്പോൾ ആൾറെഡി വന്നു കഴിഞ്ഞു, ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് പലയിടത്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, ബി ജെ പി സ്ഥാനാർത്ഥികൾ ഈ ദിവസങ്ങൾ വന്ന് ഏകദേശം ശരിയാണ്. ഏകദേശം അപ്പം നമ്മൾ 2-3 കാര്യങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി എന്ന് പരിശോധിക്കാം. അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ഈ ട്രെൻഡ് സൃഷ്ടിക്കുന്നതാണല്ലോ ഒരു സംവിധാനം. കഴിഞ്ഞ ഒരാഴ്ചയുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് പിണറായി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ്. ആ ഒരു ട്രെൻഡിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അതായത് പിണറായി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ട്രെൻഡ്, അത് CPM-കാർ മാത്രമല്ല BJP-കാരും ഇനി വരാൻ പോകുന്നത് പിണറായിയാണ് എന്ന തരത്തിലേക്ക് പ്രചരണം തുടങ്ങി. ഇത് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിന് പ്രത്യേകതയാണ്. അപ്പം പിണറായി വീണ്ടും അധികാരത്തിലേക്ക് എത്തും, 3ാം തുടർഭരണമാണ് എന്നത്. കാരണം അവരതിനനുബന്ധമായ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത് നമ്മളിപ്പം വഴിയിലിറങ്ങിയാൽ ഒരു മനുഷ്യന് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും KSRTC ബസ് കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ KSRTC ബസ് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ബസ് കാത്ത് നിൽക്കുന്നവരെ വരുന്ന എല്ലാ ബസ്സും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണും. അപ്പോൾ ആ ബസ്സിൽ എഴുതി വെച്ചിരിക്കും, നിങ്ങൾ വായിക്കും. ഈ അടിക്കുറിപ്പ് നിർബന്ധമായി വായിക്കും, കാരണം ഓരോ വിചിത്രമായ അടിക്കുറിപ്പുകളാണ്. ഇനി ഞാൻ KSRTC യാത്ര ചെയ്യുന്ന ആളല്ല, ബസ് യാത്ര ചെയ്യുന്ന ആളല്ല, ഞാൻ കാർ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ കാറും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ എൻ്റെ മുമ്പിലും പുറകിലും ഇടതും സൈഡും എല്ലാം KSRTC ബസ്സാണ്. എത്രയോ KSRTC ബസ്സിൽ മുമ്പോട്ട് കയറി പോകുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ സൈഡും ഞാൻ കാണും, 2 വശം എന്തായാലും വായിക്കും, പുറം എന്തായാലും വായിക്കും, സൈഡ് വായിക്കും. അപ്പം അങ്ങനെ ഏറ്റവും വലിയ പ്രചരണോപാധിയായി അത് മാറിക്കഴിഞ്ഞു, ഏറ്റവും വലിയ പ്രചരണോപാധിയായി. അപ്പം ഇത് മനസ്സിലേക്ക് ഇടുന്നൊരു സാധനം. പിന്നെ ഇവർക്ക് അവരെക്കാൾ കൈരളിയൊക്കെ വിട്ടുകളാം, കൈരളി ആരും ദേശാമാനിയൊന്നും പോലെ അല്ല ഇത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സർക്കാരിൻ്റെ ഒരു PR വർക്കിൻ്റെ അങ്ങേ തലർക്കൽ നിന്നാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ അരുൺകുമാറിൻ്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകളും ചർച്ചകളും നോക്കി, ഈവനിങ് ചർച്ചകളും മോർണിംഗ് ചർച്ചകളും നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ PR സാഹിത്യം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അനാലിസുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ അനാലിസും ചെന്ന് എത്തിക്കുന്നത് അവസാനം പിണറായി തിരിച്ചു വരും. അല്ലെങ്കിൽ തന്നെ ഇവരുടെ PR സാഹിത്യം ഉണ്ടല്ലോ, ആ PR സാഹിത്യം അതേപടി ഒന്ന് വിഴുങ്ങിയിട്ട് അപ്പോൾ അത് വളരെ വിശദമായിട്ട് ഈ നാടിനെ പിണറായി സർക്കാർ ചെയ്ത ഗുണങ്ങളെ, മാറ്റങ്ങളെ, വളർച്ചയെ, അതേസമയം നേരത്തെ എന്തായിരുന്നു, ഇത്തരത്തിൽ ഓരോ മേഖല. ഇപ്പം ഞാൻ പറഞ്ഞ ഈ നവകേരള സർവേ പോലും ഉണ്ടല്ലോ, ഞാൻ നവകേരള സർവേ റദ്ദ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വരുന്നു. അതിനെതിരെ വലിയ വികാരം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പോലും നവകേരള സർവേക്ക് എന്താണ് കുഴപ്പം? നവകേരള സർവേ ഗവൺമെൻറ് ജനങ്ങളുടെ മനോഭാവം അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരുത്താൻ വേണ്ടി നടത്തിയ ഒരു വലിയ ശ്രമമാണ്. ആ ശ്രമത്തിന് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും വായിച്ച്, അതായത് CPM നേതാക്കൾക്ക് പോലും കഴിയാത്ത വിധത്തിൽ CPM-ന് പ്രതികൂലമായി വരുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി വലിയ പ്രചരണമുണ്ട്. അതെ. കൂടാതെ സർക്കാരിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്രചരണം, പത്രത്തിലെ വാർത്തകളെ, പിന്നെ ഈ ആളുകളെ കൊണ്ടിരുന്നുണ്ടല്ലോ. ഇപ്പം ഉച്ചകോടി നടത്തി മണിശങ്കർ വന്നു, സുഹാസിനി ഫറൂഖ് അബ്ദുള്ള ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ ഖജനാവിൻ്റെ ചെലവിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സർക്കാരിന് അനുകൂലമായ സാധനം പറയിപ്പിച്ച് ഗംഭീര PR പരിപാടിയാണ്. അല്ല, ഇത് ഒപ്പം തന്നെ കേരളത്തിന് പുറത്ത് ഇവരെ വലിയ നാഷണൽ ചാനലുകളിലും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവരങ്ങനെയാണല്ലോ ഈ കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര പുരസ്കാരമൊക്കെ വാങ്ങി. അത്തരത്തിൽ ഇതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. അതായത് ഇന്ത്യയിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ മലയാളികളായിരിക്കും. മലയാളികൾ മാത്രം പഴയ സമയക്കാരാണല്ലോ. അത് നമുക്ക് നമ്മളെ തന്നെ സീനിയേഴ്സായിട്ട് പഠിച്ച എത്രയോ പേര് കേരളത്തിന് പുറത്ത് വലിയ ഗൾഫിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പത്രങ്ങളും വർക്ക് ചെയ്യുന്നവർ പഴയ SFA. ഈവൻ ഈ ഗാർഡിയനിലും BBC-യിലൊക്കെ പോലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഇവരുടെ പഴയ SFA നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇവരങ്ങ് പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിലേക്കും കയറ്റുവാണ്. ഇതിന് കൂടെ ഇവർ കുറേ ആകപ്പാടെ CPM-ന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഒരു പാളിച്ച എന്ന് പറയുന്നത് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് PR സ്റ്റണ്ട് ഉണ്ടാക്കുന്നതെല്ലാം പൊളിഞ്ഞടുങ്ങി. ഇന്നിപ്പോൾ അവിടെ PR ടീമിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 പേര് രാജിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആരൊക്കെ? ES സുഭാഷ്, അദ്ദേഹം പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ആയിരുന്ന ആളാണ്. തൃശ്ശൂർ ആണ് അദ്ദേഹം. ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. വളരെ സൗമ്യനായ ഒരാളാണ്. പിന്നെ KV സുധാകരൻ
കെ വി സുധാകരൻ. അദ്ദേഹം ഇവിടെ ഡൽഹിയിലായിരുന്നു. അല്ല അദ്ദേഹം BS-ന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു ദേശാഭിമാനി. മാത്രമല്ല വിവരാവകാശ കമ്മീഷണറായിരുന്നു. മനസ്സിലായി, വളരെ സൗമ്യനായ ഒരാളാണ് അദ്ദേഹം. പിന്നെ മോഹൻദാസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ന്യൂസ് റെഡക്ടറൊക്കെയായിരുന്ന ഒരാളുണ്ട്, കെ മോഹൻദാസ്. അവർ മൂന്നുപേരും വിട്ടു എന്നാണ് പറയുന്നത്. കാര്യം നികേഷിനെ സഹിക്കാന്നതിൻ്റെ അങ്ങേറ്റം അവർ സഹിച്ചു. അവർ മൂന്നുപേരും വളരെ സൗമ്യ പ്രകൃതക്കാരാണെന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ല, അതിനകത്ത് നികേഷ്, ഇതിനകത്ത് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു ബ്രില്യൻസ് ഉണ്ട്. ജോൺ ബ്രിട്ടാസിൻ്റെ ബ്രില്യൻസിന് ഇപ്പം ഇന്ന് ജോൺ ബ്രിട്ടാസ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് കരുണാകരൻ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കറക്റ്റ് സമയത്ത്. പക്ഷെ അത് ഏത് ഭാഗം എടുത്ത് എപ്പോൾ കൊടുക്കണമെന്നൊക്കെ ബ്രിട്ടാസിന് അറിയാം. ചെന്നിത്തലയ്ക്ക് കൃത്യമായി കൊടുക്കാൻ, ചെന്നിത്തലയ്ക്ക് കൊടുത്തു, ആന്റണിക്ക് കൊടുത്തു, കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ കൊടുത്തു. ആന്റണിയെ മാത്രമേ ഇഷ്ടമായിരുന്നുള്ളത്. അത് വലിയൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞത് ബ്രിട്ടാസിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാണല്ലോ, സമാനതയില്ലാത്ത ബ്രില്യൻസാണ്. ആ ബ്രിട്ടാസിൻ്റെ ബ്രില്യൻസിലാണ് പിണറായി രൂപപ്പെട്ടു വന്നത്. എന്നാൽ ആ ബ്രില്യൻസ് ബ്രിട്ടാസിനെ റിട്ടയർ ചെയ്യിപ്പിച്ചിട്ട് പകരം കൊണ്ടുവച്ച് നികേഷ് കുമാർ അഡപടലം പരാജയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പണി നടക്കുന്നത്. ഏറ്റവും വലിയ നാണക്കേടായത് മൊയ്തുവാണ്. അത് വേണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ കാര്യം വന്ന് വേറെ താഴെ കമന്റ് ഇറങ്ങുന്നത് പാപ്പി എപ്പച്ചാന്ന് പറഞ്ഞ സിനിമയാണെന്ന്. അതിനാണ് ഇങ്ങനെ ആളെ കൊണ്ട് സമ്മാനം ചുമ്മാ കൊടുത്തിട്ട് പറയിപ്പിക്കുന്ന രീതി എന്നുള്ളത്. ഇതൊക്കെ മോശമല്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, അതൊഴിച്ചാൽ CPM ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള പണികൾക്കെല്ലാം. അപ്പോൾ ഇപ്പോഴും അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ എന്നെ ഒരു മുതിർന്ന അഭിഭാഷകൻ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം വളരെ പ്രമുഖനാണ്, സർക്കാർ അഭിഭാഷകന്മാരുടെ ഒരാളാണ്. സർക്കാരിൻ്റെ പല അഭിഭാഷകരുണ്ടല്ലോ, സർക്കാർ അഭിഭാഷകരാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും സ്വാധീനമുള്ള ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയം പറയാൻ വിളിക്കും. അദ്ദേഹം എൻ്റെ വീഡിയോ ഒക്കെ കാണും. പക്ഷേ അദ്ദേഹത്തിന് വലിയ വിഷമമാണ്, കാരണം അദ്ദേഹം പിണറായിയുടെ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരിക്കൽ ഞാൻ പിണറായിയുടെ നന്മ തിരിച്ചറിയുമെന്ന് വിശ്വസിച്ച് ഇരിക്കുന്നത്. വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസറല്ല, ലോയറാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ, 2-3 ആഴ്ച മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം നിരാശനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, എല്ലാം തിരികെയാണ്, വീണ്ടും ഒരിക്കൽ കൂടി വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ മാറി കേട്ടോ, ട്രെൻഡെല്ലാം മാറി, എല്ലാം ഇപ്പം വിജയേട്ടന് അനുകൂലമായി, സിറ്റുവേഷൻ എല്ലാം മാറി, ഉറപ്പായിട്ടും 3ാമത് ഭരണം വരുമെന്ന് പറഞ്ഞു. ഇന്നലെ എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനം വിളിച്ചു. അദ്ദേഹം അതേ പ്രവർത്തനമല്ല, അദ്ദേഹം ഇത്തരം സർവേകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് ട്രെൻഡ് LDFന് അനുകൂലമാണെന്ന്. അല്ല, ആ ട്രെൻഡ് അവർ അനുകൂലമാക്കി മാറ്റി. ഈ ട്രെൻഡ് അനുകൂലമാക്കി മാറ്റാൻ അവർക്ക് പറ്റി. പക്ഷേ ഇവർ മറന്നു പോകുന്ന 2 സംഗതി. അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസ് പാർട്ടിക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായി. ഈ അമിതമായ ആത്മവിശ്വാസം പണിയെടുക്കത്തില്ല. അത് പിന്നെ എന്നും അങ്ങനെയാണ്. ഒരു അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ടായിട്ട് പ്രശ്നമുണ്ട്. പിന്നെ ഇവരുടെ ഒരു കൃത്യമായി ടാർഗറ്റഡ് പ്രചരണമുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം ക്രൗഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണമാണ് എന്ന തരത്തിൽ വലിയൊരു പ്രചരണം നടത്തുന്നുണ്ട്. ഈ പ്രചരണം ഒരു പരിധിവരെ തീവ്ര ഹിന്ദു വിശ്വാസമുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ഒരു കാൽക്കുലേഷൻ. ഞാൻ ഇന്നൊരു മുതിർന്ന IAS ഓഫീസറായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണയെ പോവുക, BJPക്ക് കുറച്ച് സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, BJPക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ CPMനെ വോട്ട് മേടിക്കുക എന്നുള്ള ധാരണയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അന്തർധാരയ്ക്ക് ചില ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിനൊക്കെ, ഈ തിയറി എല്ലാം ഞാൻ തിരസ്കരിക്കുന്ന ആളാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് മറ്റൊരു ഭരണം, ഒരു ഇടത് ഭരണം ഇനി ഉണ്ടാവില്ല. അതിന് 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് ജനങ്ങൾക്കിടയിൽ. വല്ലാത്ത 10 പേരെ കണ്ട് ചോദിച്ചാൽ 9 പേരും മോശം അഭിപ്രായം മാറണം. പാർട്ടിക്കാരടക്കമുള്ളവർക്ക് ഭരണം മാറണമെന്ന് ആഗ്രഹിക്കും. പിന്നെ ഞാനൊരു CPM നേതാവിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം UDF ഭരണം എന്നാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ബംഗാളിലെ അവസ്ഥ ഉണ്ടാവും. പ്രദേശത്ത് പോയിരുന്നാലേ പാർട്ടി അങ്ങനെ. അതുകൊണ്ട് ഇനി പാർട്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് സച്ചിദാനന്ദനെ പോലുള്ളവർ രംഗത്ത് ഇറങ്ങിയിട്ട് ഇനി CPM അധികാരത്തിൽ വരരുതെന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു ഭരണവിരുദ്ധ വികാരം, അതിശക്തമായൊരു വികാരം, അവരത് ഏത് മതം കൊണ്ട് ആ ഓട്ട അടയ്ക്കാൻ ശ്രമിച്ചാലും, ഏതെല്ലാം ധ്രുവീകരണത്തിന് വഴിയൊഴിപ്പിച്ചാലും, ഈ ധ്രുവീകരണത്തെ, ഈ പിണറായി വിരുദ്ധ CPM വിരുദ്ധ ഒരു വികാരത്തെ അങ്ങനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ നിഷ്പക്ഷർ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതെ, അവർ വിധി എഴുതും. അതൊരു വശം. രണ്ടാമത്തെ ഏറ്റവും നിർണായകമായ ഘടകം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പലതരം വോട്ട് ബാങ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക്. ഈ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പ്രത്യേകത, അത് എക്കാലത്തും ലീഗിന് അനുകൂലവും മറുഭാഗം മോദി വിരുദ്ധവുമാണ്. ഈ രീതിയിലാണ്. ഒന്ന് പ്രോ ലീഗും ആൻറ്റി മോദിയുമാണ്. ഇതാണ് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു പ്രധാന സ്വഭാവം.
അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഏത് സാഹചര്യത്തിലും ലീഗിനെ വോട്ട് ചെയ്യും. കാരണം എന്താണ്? മുസ്ലിം ബഹുജന സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ ലീഗ് വേണം എന്നുള്ള അവരുടെ ഒരു വിശ്വാസം. മാത്രമല്ല ഭരണത്തിൻ്റെ ഒരു പങ്കാളിത്തം പറഞ്ഞ പോലെ ലീഗ് വേണമല്ലോ. ഇനി ഈ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവരുടെ പാർട്ടി ഉണ്ടാവണം. പിന്നെ അതുകൊണ്ട് ലീഗിന് അനുകൂലം വളരെ അപൂർവമായി എന്നാൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ തോറ്റ രണ്ടായിരത്തി അതൊക്കെ മാത്രമേ അത്തരം ഒരിക്കൽ മാത്രമേ എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ വികാരം മാറിപ്പോയത്. അത് ഒരു അത്ഭുതമായിരുന്നു എനിക്ക് സംഭവിച്ചത്. അതാ മറ്റേ ഐസ്ക്രീമും എല്ലാം കണ്ടിട്ട് ആകെ ഈ ലീഗ് വിരുദ്ധമായ, അതായത് ജനങ്ങൾ മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഈ ബനാത്ത് വാലയും ഇബ്രാഹിം സുലൈം സെറ്റൊക്കെ ഇവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ബനാത്ത് വാലയ്ക്ക് മലയാളം പോലും അറിഞ്ഞുകൊണ്ടാണ് പറയപ്പെടുന്നത്. ഫിലാമാസായിട്ട് ഒരു മലയാളം പറയും, പക്ഷേ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പക്ഷേ ബനാത്ത് വാല മലയാളം അറിയില്ല, അതേ മഹാരാഷ്ട്രക്കാരനാണ്. അതാ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഈ മോദി വിരുദ്ധ രാഷ്ട്രീയമാണ്. ഈ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിൽ അവരെപ്പോഴും എടുത്ത് തുലാസിലാണെന്ന് നോക്കുന്നത് മോദിയോട് ഫലപ്രദമായി പിടിച്ചു നിൽക്കാൻ മുസ്ലിം വിഷയം ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള പാർട്ടി ഏതെന്നാണ്. കേരളത്തിൽ അവർ കണ്ടെത്തിയിരുന്ന പിണറായി വിജയനെയും CPM തന്നെയാണ്. അങ്ങനെ അത് മാത്രമല്ല, ഈ മുസ്ലിം വോട്ട് രണ്ട് തരം വോട്ടുകളുണ്ട്. റാഡിക്കൽ മുസ്ലിം വോട്ടും മോഡറേറ്റ്. ഈ മോഡറേറ്റ് മുസ്ലിം വോട്ടാണ് ഭൂരിപക്ഷം. ഇത് ലീഗിനും UDF-നും ആകുമ്പോൾ ഈ റാഡിക്കൽ മുസ്ലിം വോട്ട് LDF-ന് പോകും. അപ്പം ഈ റാഡിക്കൽ മുസ്ലിം വോട്ട് കൂടിക്കൂടി വരുന്നു. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ റാഡിക്കലിസം വളരുന്നു, റാഡിക്കൽ മുസ്ലിം വോട്ടുകൾ കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞ് ഈ ലീഗിനെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ റാഡിക്കൽ മുസ്ലിംസിന് ഒരു കാര്യം പിടികിട്ടി, പിണറായി മനസ്സിലായി. അവർ കൂട്ടത്തോടുകൂടി പിണറായി തള്ളിക്കളഞ്ഞു. അതാണ് തദ്ദേശ ഭരണം. അപ്പോൾ ഇപ്പം മുസ്ലിം വോട്ടർമാരുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് UDF ആണ്. അവരുടെ മുമ്പിൽ UDF LDF എന്ന ഓപ്ഷൻ ഇല്ല. ആകെ അതിന് വ്യത്യാസം വരാൻ പോകുന്നത് ചില മണ്ഡലങ്ങളിൽ. ഉദാഹരണത്തിന് ഇപ്പം പൂഞ്ഞാർ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി അവിടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. പക്ഷേ ഒരു മുസ്ലിം വോട്ട് ഒരു 30,000 കുറഞ്ഞത് കാണും. 30-36 മുസ്ലിം വോട്ടുണ്ട്. ഇരാറ്റുപേട്ട, എരുമേലി, ഉണ്ടക്കയം ഈ ഭാഗത്തെല്ലാം മുസ്ലിം വോട്ടുണ്ട്. അപ്പോൾ ഈ 30-35 മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി വരത്തില്ല. അങ്ങനെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഒന്നും ജയിക്കത്തില്ല. കാരണം വെച്ചാൽ വലിയ ക്രിസ്ത്യൻ മുസ്ലിം വിഭജനമുള്ളൊരു ഏറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പരമ്പരാഗതമായി ക്രിസ്ത്യൻ മണ്ഡലമായി കരുതപ്പെടുന്നു. പക്ഷേ മുസ്ലിം വോട്ടർമാർക്ക് കൂടി സ്വീകാര്യനായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ട് അവിടെ. മുസ്ലിം വോട്ടർമാർക്ക് കൂടി അവരാണല്ലോ ഈ 30,000 എന്ന് പറഞ്ഞ ചില്ലറ കിടക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഒരു വലിയ ഘടകമാണ് ആ സ്ഥാനാർത്ഥി ക്രിസ്ത്യാനി ആയിരിക്കണം, എങ്കിലും ക്രിസ്ത്യൻ വോട്ട് കിട്ടും. അത് പണ്ട് PC വളരെ കാലം ജയിച്ചു വന്നത് ആ ഒരു ഫോർമുലയിലാണ്. ആ ഫോർമുലയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ ഇല്ലാതെ വരും. ഇപ്പം ഈ LDF-ൻ്റെ സ്ഥാനാർത്ഥി അതിന് പറ്റിയ ആളാണ്, സെബാസ്റ്റ്യൻ കുളങ്ങര. അയാൾ ആ മണ്ഡലത്തിൽ മാത്രമേ അയാളെ മനുഷ്യർ അറിയത്തുള്ളെങ്കിലും അയാളുടെ പ്രത്യേക കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു, പക്ഷേ ചിട്ടി നടത്തി കോടീശ്വരനായി. ഇഷ്ടംപോലെ കാശുണ്ട്, സൗമ്യമായി സംസാരിക്കൂ. അയാൾക്ക് ഒരേ സമയം ക്രിസ്ത്യൻ വോട്ടർമാരെയും മുസ്ലിം വോട്ടർമാരെയും ഒരുമിച്ചെത്താൻ അറിയാം. അപ്പം അവിടെ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതിന് ബദൽ അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒക്കെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാൽ, അല്ലെങ്കിൽ അവിടെ UDF-ന് ജയിക്കാൻ പ്രയാസം. ടോമി കല്ലാനി അല്ല ജോസഫ് വാഴക്കൻ ഇത്തരം പേരുകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം പേരുകളൊന്നും ഈ മുസ്ലിം രണ്ടു കൂട്ടർക്കും തരും. അത്തരമൊരു ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ഈ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമായി UDF-ന് പോകും. അപ്പോൾ ഈ ഒരു സാധനം ഒരു 5000 മുസ്ലിം വോട്ടെങ്കിലും ഇല്ലാത്ത ഏത് മണ്ഡലമാണ് ഉള്ളത്? ഈ വോട്ട് മൊത്തം കിട്ടും. അതുകൊണ്ട് ഇക്കുറി ഒരു മുസ്ലിം എന്താ പറയുക ഒരു ധ്രുവീകരണം വഴി UDF-ന് അനുകൂലമാകുമെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ഒരു കാര്യം. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, നമ്മൾ വിലയിരുത്തേണ്ടത് BJP-യുടെ സാധ്യത. അതാണ് ഞാൻ ചോദിക്കാറുണ്ട്, ഈ BJP-യുടെ സാന്നിധ്യം ഏത് രീതിയിൽ UDF-നെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞ BJP-യും CPM-ഉം തമ്മിൽ ധാരണ പോകുന്നതാണ്. പക്ഷെ ഞാനത് 100% വിശ്വസിക്കുന്നില്ല. കാരണം ഈ മുസ്ലിം വിരുദ്ധ വികാരം ഇവിടെ കുത്തിവെക്കാനായിട്ട് CPM ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ തീവ്ര സംഘികളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഈ ശബരിമല അയ്യപ്പ വിഷയമടക്കം, ശബരിമല യുവതീ പ്രവേശന വിഷയമടക്കം ഈ ഹിന്ദു വിശ്വാസികൾ അതിശക്തമായ രീതിയിൽ പിണറായി വിരുദ്ധരായി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാം മാറിയിട്ടുണ്ട്. അവർക്ക് അവരുടെ മുൻപിൽ BJP-ക്ക് അവർ വോട്ട് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം താമര എന്ന് പറയുന്ന വികാരമാണ്. മാത്രമല്ല കിറ്റക് സാബുമായിട്ടുള്ള സഖ്യമുണ്ട്.
അപ്പോൾ ആ സഖ്യത്തിൻ്റെ പ്രത്യേകത അവർ ഈ പഴയ സാധാരണ സഖ്യം പോലെ ഞങ്ങൾക്ക് 20 സീറ്റ് നിങ്ങൾക്ക് 30 സീറ്റ് എന്നുള്ളതല്ല. നല്ല സ്ഥാനാർത്ഥി ആരാണോ ആ മണ്ഡലത്തിൽ കിട്ടുന്ന സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് ഏത് പാർട്ടിയാണ് മത്സരിക്കുക. ഇപ്പോൾ വട്ടിയൂർക്കാവ് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമെന്ന് വെച്ചു. പക്ഷേ വട്ടിയൂർക്കാവ് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ട് ആ സ്ഥാനാർത്ഥി 2020 കൊടുക്കും. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ കൊട്ടാരക്കര തന്നെ ഇന്നിപ്പോൾ പറയുന്നു അഖിൽമാരാരെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്. അത് നല്ല ഓപ്ഷനാണ്. അപ്പം കൊട്ടാരക്കരയിൽ 2020 യാതൊരു സ്വാധീനവും ഇല്ല. പക്ഷേ BJPക്ക് ഒരു 10-30,000 വോട്ടുണ്ട്. പക്ഷേ അഖിൽമാരൊക്കെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. 2020 സ്ഥാനാർത്ഥി അയാൾക്ക് 2020 താല്പര്യം. അപ്പോൾ 2020 സ്ഥാനാർത്ഥിയാവും. രാജേന്ദ്രനെ നിർത്തുന്നുണ്ടല്ലോ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി. അതെ. അപ്പം ഇത്തരത്തിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തി 2020 അല്ലെങ്കിൽ BJP ആയിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയൊരു മുന്നേറ്റ സാധ്യതയാണ്. അപ്പം ഇവർ ഈ പറഞ്ഞ മാതിരി BJPക്ക് വോട്ടിംഗ് ശതമാനം കുറയ്ക്കാൻ പറ്റത്തില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എത്ര ശതമാനം വോട്ട് BJP നേടിയെന്ന് നോക്കും. അപ്പോൾ ഇവർ പറഞ്ഞ CPMന് വോട്ട് അട്ടിമറിച്ച് കൊടുത്താൽ ഇവരുടെ പെർസെൻറ്റേജ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും ഇവർ ഈ പറയുന്ന പിണറായിയെ ജയിപ്പിക്കാൻ വേണ്ടി BJP ശ്രമിക്കുമെന്ന് പറഞ്ഞ് ഈ BJPയുടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവത്തില്ല. മാത്രമല്ല ഇപ്പം BJP ഒരു ഉയർച്ചയുടെ പാതയിലാണ് കേരളത്തിൽ. കോർപ്പറേഷൻ കിട്ടി, ഇനി താഴോട്ട് പോകാൻ പറ്റില്ല, അവർക്ക് മുന്നോട്ടേ പോകാൻ പറ്റും. അവർക്ക് 20% മുകളിലേക്ക് വോട്ട് ശതമാനം പറ്റണം ആ കാര്യം. എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പം ഈ ദിവസം കുറിച്ച് വെച്ചോളൂ. കഴക്കൂട്ടത്തെ ഇക്കുറി ജയിക്കാൻ പോകുന്നത് V. മുരളീധരനായിരിക്കും. അതിൻ്റെ അകത്തൊരു തർക്കവും വേണ്ട. കേരള രാഷ്ട്രീയത്തിലെ ഒരു നിശബ്ദ കൊലയാളിയാണ് വാസ്തവത്തിൽ V. മുരളീധരൻ. ഈ V. മുരളീധരൻ കഴക്കൂട്ടം ജയിക്കുമെന്ന കാര്യത്തിൽ അതിൻ്റെ അകത്തൊരു തർക്കമേ വേണ്ട. അതിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചാലും ശരി, ആര് മത്സരിച്ചാലും ശരി, ഞാൻ ഉള്ളത് പറയാമല്ലോ. SS ലാലിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കഴക്കൂട്ടത്ത് മത്സരിക്കരുത്. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഞാൻ ലാലിനോട് പറഞ്ഞു, ലാല് ജയിച്ചു വന്നത് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. അതെ, തീർച്ചയായും. ലാല് കഴക്കൂട്ടം മണ്ഡലം അത് BJPയുടേതാണ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ BJPയുടെ പ്ലാനിങ്ങിൻ്റെ ഒരു ശക്തി ആലോചിച്ച് നോക്കൂ. കഴക്കൂട്ടം മണ്ഡലം V. മുരളീധരൻ മത്സരിച്ച് ജയിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിയമം രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാനാണ് സാധ്യത. ഇവൻ നിയമം ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമം ജയിച്ചില്ലേ പോലും V. മുരളീധരൻ ജയിക്കും. ഇനി നമുക്ക് അടുത്ത സാധ്യതയുള്ള മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ ആര് മത്സരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ധാരണയായിട്ടില്ല. വട്ടിയൂർക്കാവിൽ പരമ്പരാഗതമായി ഒരു ഒരു മുന്നോക്ക സ്ഥാനാർത്ഥിയാണ്, നായർ സ്ഥാനാർത്ഥിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ മുന്നോക്ക സ്ഥാനാർത്ഥി എന്നല്ലേ നോക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികൾ ഒന്നുകിൽ ശ്രീലേഖ അല്ലെങ്കിൽ കൃഷ്ണകുമാർ. പക്ഷേ ഇത് അവസാന നിമിഷം ഇതിലൊക്കെ സാഹചര്യങ്ങൾ മാറ്റം വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ K. മുരളീധരൻ മത്സരിക്കാൻ വരികയാണെങ്കിൽ ഒപ്പം പ്രശാന്താണ് ഏത് സ്ഥാനാർത്ഥിയെങ്കിൽ BJPക്ക് അതേപോലെ ഒരാളുടെ നിർത്തേണ്ടി വരും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശോഭാ സുരേന്ദ്രനെ വട്ടിയൂർക്കാവ് പരീക്ഷിക്കുന്നതാണ്. ശോഭാ സുരേന്ദ്രനെ നായർ ഈഴവ വ്യത്യസ്തമായി തന്നെ ഹിന്ദു സ്ത്രീകളുടെ മൊത്തം വോട്ട് പിടിക്കാനുള്ള ശേഷി ഉണ്ട്. 75% ഹിന്ദുക്കൾ താമസിക്കുന്ന മണ്ഡലമാണ്. നമ്മൾ പണ്ട് മുതലേ നായർ മണ്ഡലം എന്ന് പറഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു എന്നതൊഴിച്ചാൽ അതങ്ങ് വെക്കുമ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് 28,000-22,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് ജയിച്ചത്. മാത്രമല്ല ഈ മണ്ഡലത്തിൽ പർട്ടിക്കുലർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ട്, ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്. ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഹിന്ദു സ്ത്രീകളുടെ ഇടയിലും ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഇടയിലും ഒക്കെ സ്വാധീനമുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. ഒരു ജാതിക്കപ്പുറത്തേക്ക് ശോഭയ്ക്കൊരു ഫൈറ്ററാണല്ലോ, ഒരു ഫൈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മത്സരിച്ചാൽ ജയിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതെ. മാത്രമല്ല തിരുവനന്തപുരം ഒരു വലിയ ശ്രദ്ധയാവും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, കഴക്കൂട്ടത്ത് മുരളീധരൻ, പി കെ കൃഷ്ണദാസ്, ഈ 4 മണ്ഡലങ്ങൾ ഒരു വലിയ ഫൈറ്റിംഗ് മണ്ഡലങ്ങളായി മാറുമ്പോൾ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത്. ഇനി പണ്ടത്തെ പോലെ വോട്ട് മറിക്കലൊന്നും നടക്കില്ല. സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ഇയാളാ രാധയുടെ ഹസ്ബൻഡ്, രാധയുടെ ഹസ്ബൻഡ്, നമ്മുടെ ചെങ്കൽ രാജശേഖരൻ. അത് കഴിഞ്ഞ നെയ്യാറ്റിൻകര മത്സരിച്ചിരുന്നു. അത്തവണ അദ്ദേഹം തിരുവനന്തപുരം മത്സരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നായർ സ്ഥാനാർത്ഥികളാണ്. അപ്പം പിന്നെ മുരളീധരൻ ഈഴവനാണ്, തീയനാന്ന് തോന്നുന്നു. അപ്പം ഈ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിർത്തിയാൽ, അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാലുള്ള സാധ്യത നമ്മൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാലക്കാട് ഈ മുനിസിപ്പാലിറ്റിക്ക് വെളിയിലേക്ക് ഈ BJPക്ക് ഗ്രിപ്പുമില്ല. അത് പല മണ്ഡലങ്ങളും ഇപ്പോഴും LDFിൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ ആ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേങ്കിൽ അവിടുത്തെ ഏറ്റവും നിർണായകമായ ഘടകമായി വരുന്ന മുസ്ലിം വോട്ടുകളാണ്. അപ്പം ശോഭാ സുരേന്ദ്രൻ അവിടെ വരികയും ഒരു കോൺഗ്രസ് സ്ഥാനം ദുർബലനാകുകയും ചെയ്താൽ CPMൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക്
അതെത്തും. വോട്ട് മാറപ്പെടാം. ഈ പി കെ ബിജു അങ്ങനെ പി കെ ബിജു ആയിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവർക്ക് നിർത്തുന്ന സാഹചര്യം അവിടെ തന്നെ ടി കെ ഔഷധം പോലെ പ്രധാനപ്പെട്ട പല CPM MLA തന്നെ ഉണ്ട്. അതാ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പാലക്കാട് റിസ്ക് ഉണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രനെ വേണമെന്ന് ബഹളം വെക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എല്ലാവർക്കും വേണം. അവിടെ പാർലമെന്റ് നിന്ന് പോയത് നന്നായിട്ട് തിളങ്ങാൻ കഴിഞ്ഞല്ലോ. അവർ ഹരിപ്പാടെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാത്രമേ പോയിട്ടുള്ളൂ. ഹരിപ്പാട് വരെ നിൽക്കുകയാണെങ്കിൽ ചെന്നിത്തലേറെ ഘട്ടത്തില്ല. ചെന്നിത്തല നിൽക്കത്തില്ല അവർ, കാരണം ചെന്നിത്തല സമ്മതിക്കത്തില്ല. RSS ബന്ധമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ BJPക്ക് ഞാൻ പറഞ്ഞു വരുന്നത് മഞ്ചേശ്വരം, നമ്മളല്ല മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കാം. നിസ്സാര വോട്ടിനല്ലേ തോറ്റത്. സുരേന്ദ്രൻ ഇച്ചിരി അഹങ്കാരവും മറ്റും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് സുരേന്ദ്രൻ അവിടെ മാത്രം ഫോക്കസ് ചെയ്ത് ജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, മഞ്ചേശ്വരം ഈ 4 സീറ്റിൽ വിജയസാധ്യത വലിയ ശക്തമാണ്. കൂടാതെ ഏത് മണ്ഡലത്തെ പറഞ്ഞ് കാട്ടാക്കട എന്തുകൊണ്ട് പ്രവേശിച്ചുകൂടാ? അതേ പലതവണ കൊണ്ട് ഇപ്പോൾ മത്സരിച്ച ആളാണ്, അവിടെ താമസാക്കിയ ആളാണ്, അവിടെ നല്ല ബന്ധങ്ങളുണ്ട്. പാലായിൽ ഷോൺ ജോർജ് വലിയ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. തിരുവല്ലയിൽ അനൂപ് ആന്റണി, അത് വിജയസാധ്യത ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അപ്പം ഞാൻ പറഞ്ഞത് BJPക്ക് ഒരു 4-5 സീറ്റ് പോലും ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. മാത്രമല്ല ഒരുപാട് സീറ്റുകൾ BJPയുടെ. ഡോക്ടർ ജേക്കബ് തോമസിനെ തൃശ്ശൂർ നിർത്താമെന്ന് തോന്നുന്നു അവർ. ജേക്കബ് തോമസൊക്കെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് ജേക്കബ് തോമസിനൊക്കെ ഉണ്ട് 12 ഇമേജ് ഇപ്പോൾ ഇല്ല. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനില്ലല്ലോ. അതാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനില്ലല്ലോ. അദ്ദേഹം സർവീസിലായിരുന്ന സമയത്ത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ നല്ല ഇമേജ്, പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനില്ല. ഞാൻ പറഞ്ഞത് ഇയാൾ മത്സരിച്ച കൊട്ടാരക്കര അത്ര മോശമാണ് നിർബന്ധമില്ല. 10-30,000 വോട്ട് BJPക്ക് ഉള്ളതാണ്. അല്ല, മാത്രമല്ല ഈ ചെറുപ്പക്കാരുടെ ആളാണ് പുള്ളി, ആ തലമുറയുടെ ആളാണ്. അത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലപ്പോഴും പല ഈ പുതുതലമുറപ്പെട്ട കുട്ടികൾ വോട്ട് ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഇതുപോലെ ആളുകൾ നിർത്തുകയാണ് അവർ വോട്ട് ചെയ്യും. അപ്പോൾ പറയുന്നത് BJPയുടെ സാധ്യത അങ്ങനെ ചെറുതായിട്ട് എഴുതിത്തളയാൻ പറ്റത്തൊന്നുമില്ല. BJP വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാം ഈ കൂട്ടത്തിൽ. അതേസമയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ BJPയിലേക്ക് വരുന്ന വോട്ട് ഭൂരിപക്ഷവും CPMൻ്റെ വോട്ടാണ്. എൻ്റെ പോയിൻ്റ് അതാണ്. ഈ മൂന്നാം ഭരണം കിട്ടുമെന്ന് ഇവർ ബോധപൂർവം ഒരു തോന്നലുണ്ടാക്കി, ഒരു വിശ്വാസം ഉണ്ടാക്കി ജനങ്ങളുടെ ഈ ജയിക്കുന്നവർ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ജയിക്കുന്നവർ വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നടത്തുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇത് ഞാൻ കാണുന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം, ഇപ്പോഴത്തെ ട്രെൻഡിൽ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, നമ്മൾ സർവേ നടത്തുന്നുണ്ട് അപ്പോൾ അറിയാൻ പറ്റും. എൻ്റെ പൂർണ്ണമായ വിശ്വാസം തീർച്ചയായിട്ടും UDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ BJP അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ഒരു 4-5 സീറ്റ് ഉറപ്പായിട്ടും BJP നേടുന്ന സാഹചര്യമുണ്ട്. ഇത്തരം പശ്ചാത്തലം ഇപ്പം BJP ഇനിയും ഇവിടെ ജയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കേന്ദ്രത്തിൻ്റെ അവിടെ ഒന്നും പറയാൻ പറ്റില്ല. കേന്ദ്ര കുന്നനാട് ജയിക്കത്തില്ല. അവിടെ കഷ്ടി വോട്ടിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം 2020 തോറ്റുപോയത്. അതെ, അവിടെ നമ്മുടെ ഒരു ആളവിടെ. പക്ഷേ പക്ഷെ അത് BJPയും 2020 ഒരുമിച്ച് ജയിക്കാം. അല്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം പലയിടങ്ങളിലുണ്ട്. എന്തായാലും വലിയൊരു വളരെ വ്യത്യസ്തമായൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഇക്കുറി ഉണ്ടാകാൻ പോകുന്നത്. CPM ആശയപ്രചരണം കൊണ്ട് സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വരുമെന്നൊരു തോന്നലുണ്ടാക്കി കൊടുത്ത് ആ തോന്നലിൽ ജയിക്കുന്നവർ വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇതൊന്നും ഏക്കത്തില്ല. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം 2 വിഷയങ്ങളാണ്. ഒന്ന് പിണറായി വിരുദ്ധ CPM വിരുദ്ധ വോട്ടും, 2 ഒരു മുസ്ലിം ധ്രുവീകരണവും. ഇത് രണ്ടുമാണ് സംഭവിച്ചത്. ഹിന്ദു ധ്രുവീകരണം മറുഭാഗത്ത് നടന്നാൽ അത് സ്പ്ലിറ്റ് ആവും. ശബരിമല വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുക. അത് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്പ്ലിറ്റ് ആവും. BJPക്കും കോൺഗ്രസിനും ഗുണം ചെയ്യും. 2 പാർട്ടിക്കായി സ്പ്ലിറ്റ് ആവും. പക്ഷേ മുസ്ലിം ധ്രുവീകരണം സ്പ്ലിറ്റ് ആവത്തില്ല. അത് UDFന് അനുകൂലം. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് UDFൻ്റെ അധികാര സാധ്യത ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റില്ല. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി ആരാകും ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെയാണ്. പിന്നെ മുഖ്യമന്ത്രി ആശ്രയിച്ചിരിക്കും ഇവരുടെ ഭരണം. ഇപ്പം ഞാൻ പറഞ്ഞു എന്തെല്ലാം മുടയുണ്ടെങ്കിലും, എന്തെല്ലാം ഈഗോ ഉണ്ടെങ്കിലും സതീശന് വിഷനുണ്ട്. അപ്പം സതീശനാവണമെന്നില്ല നിർബന്ധമില്ല. സതീശന് പകരം മറ്റാരെങ്കിലും ആണ് വരുന്ന സാഹചര്യം ഉണ്ടാവാം. എന്തായാലും സാഹചര്യങ്ങൾ വളരെ ഇതാണ്. എന്തായാലും LDFൻ്റെ ഒരു തുടർ ഭരണം ഇനി ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കേണ്ട സാഹചര്യം ഇപ്പോൾ തൽക്കാലമില്ല. ഇനി സിറ്റുവേഷൻ മാറുമെന്ന് അറിയില്ല. നന്ദി, നമസ്കാരം.